എന്തിനാ പലരും വീട് വെച്ചിട്ടിരിക്കുന്നേ? പലരും വീട് വെച്ചിട്ടിരിക്കുന്ന എന്ത്? ഒരു വീടങ്ങിട്ട് പണിയും. ഫോട്ടോ ഒക്കെ എടുത്ത് പുതിയ മോഡലിൽ കാണുന്നവർ മുഴുവനും പറയണം പുതിയ മോഡൽ വീട്. അവസാനം പാലുകാച്ചൻ എന്താ ഇവിടെ പറയുക? താമസം കയറുന്നതിന് പാലുകാച്ചൻ ഏതെങ്കിലും ഉസ്താദന്മാരോ തങ്ങളോ വന്നിട്ട് പറയും പോരാ എന്ന്. ഉദ്ഘാടനത്തിന്റെ അന്ന് ഉസ്താദന്മാരോ തങ്ങന്മാരോ വീട്ടിൽ കയറി വന്നിട്ട് പറയും ഇത് ശരിയാവത്തില്ല, ഇടിക്കണം. അപ്പോഴാ നെഞ്ചത്ത് കൈവെക്കുന്നത്. എടാ പഹയ എന്നാ ഇത് വരച്ചപ്പോ കാണിച്ചൂടെ? കുറ്റിയടിക്കാനെങ്കിലും ഒരു സ്ഥാനം കൊണ്ടുവന്നുകൂടായിരുന്നോ? നിനക്കപ്പോ ഓർമ്മ വരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. വെച്ചിട്ടിരിക്കുന്നതിന്റെ പ്രയാസം എത്രയാ? ഒരു വീടുകൾ വെച്ചിട്ട്. പിന്നെ ഇന്നത്തെ കാലം വീടുകളെ കുറിച്ച് പറയാതിരിക്കല ഏറ്റവും കാരണം. ഓരോ മനുഷ്യന്മാര് വീട് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ നോക്കുന്നത്? അള്ളാഹുവേ, കന്നിമൂല. അത് ഏത് മൂലയാണെന്ന് അള്ളാഹിന് മാത്രമേ അറിയത്തുള്ളൂ. ഉസ്താദെ, ഈ അടുത്തൊരു ആള് വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദെ എൻ്റെ വീടിന്റെ കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, ഉസ്താദ് എന്താ അതിന് പരിഹാരമെന്ന്. എനിക്ക് ഈ കന്നിമൂലയെ കുറിച്ച് തന്നെ അറിയത്തില്ല, എന്നോടാ ചോദിക്കുന്നത്. എന്ന ചങ്ങാതിമാരി കന്നിമൂലയൊക്കെ വന്നേ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഉറപ്പിച്ചു പറയും, നിങ്ങൾ എന്നെ വിമർശിച്ചാലും കുഴപ്പമില്ല, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ വീട് വെക്കുമ്പോൾ ഇസ്ലാം എന്താ പറയുന്നത്? വീട് വെക്കുമ്പോൾ വീടിന് വേണ്ടത് എന്തൊക്കെയാ? ഒരാള് വീട് വെക്കുമ്പോൾ ആ വീടിന് എന്തൊക്കെ വേണം? ഇസ്ലാം പറഞ്ഞത് രണ്ട് കാര്യമാണ്. രണ്ട് കാര്യമാണ് ഒരാൾ വീട് വെക്കുമ്പോൾ ആ വീടിന് വേണ്ടത്. എന്നാൽ ഒരു വീട്ടിൽ പോയാലും അത് കാണാറുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞുതരട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോന്ന് നോക്കിയാൽ മതി. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണ്ടപ്പാ, ടെൻഷൻ അടിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഹദീസിന്റെ കിതാബ് എടുത്ത് ഉസ്താദന്മാരോട് ചോദിക്ക്, ഒരു വീട് വെക്കുമ്പോൾ എന്താണ് വേണ്ടത്? കന്നിമൂലയൊക്കെ ആദ്യം. അതെന്നാ ഈ കന്നിമൂല വന്നേ? എന്ന് മുതലായി ഈ കന്നിമൂല വന്നത്? 2 സെന്റ് ഉള്ളവൻ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടും. ഓൻ എന്ത് കന്നിമൂല? ആകെ കേറിക്കിടക്കാൻ ഇവിടെ എത്ര സെന്റ്? ഞങ്ങളുടെ നാട്ടിൽ 2-2.5 സെന്റ് ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടും. ഓൻ കന്നിമൂല നോക്കാറുണ്ടോ? ഓൻ പ്ലാൻ വരയ്ക്കാറുണ്ടോ? ഇവിടെ ഉള്ളത് കൊണ്ട് നിനക്ക് ഏക്കർ കണക്കിന് ഉള്ളത് കൊണ്ടായത്. ഏക്കർ കണക്കിനുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ മാറിയും തിരിഞ്ഞും ചിന്തിക്കുന്നത്. അങ്ങനല്ല. ഉസ്താദന്മാരോട് ചോദിക്ക്, ഒരു വീട് വെക്കുമ്പോൾ ആ വീട്ടിൽ വേണ്ടത് 2 കാര്യമാണ്. ഒന്ന്, വീട്ടിൽ എവിടെയാണ്, കിബില എങ്ങോട്ടാണെന്ന് എത്ര പേർക്കറിയാം? വീട്ടിലെ കിബില പാലുകാച്ചിന്റെ അന്ന് പോകുമ്പോൾ ഉസ്താദ് ചോദിക്കും കിബില എങ്ങോട്ടാ? ഉടനെ ചോദിക്കും വാപ്പ കിബില എങ്ങോട്ടാ? ഉമ്മ എങ്ങോട്ടാ? ഉമ്മ അവിടെ തെക്കുന്ന കിബില കിടന്ന് തിരക്കാ. എന്തോ കിബില? ഒരു മൊബൈൽ ഉണ്ട്, എടുത്തങ്ങോട്ട് വെച്ചിട്ടുണ്ട്, ആ കാണിക്കുന്നത് കിബില നിസ്കാരം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഫോൺ എടുത്ത് വെച്ചിട്ട് കിബില നോക്കുന്നു. ഒരൊറ്റ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. എവിടെങ്കിലും പോകുന്നതിന് വേണ്ടി ഈ മൊബൈലിന്റെ അകത്ത് ഒരു ലൊക്കേഷൻ ഉണ്ട്, അടിച്ചു വെച്ചിട്ട് നിങ്ങളൊന്ന് അടിച്ചു പോയി നോക്കിക്കേ. ഈ മൊബൈലിന്റെ ഗുണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിനകത്തും മാപ്പുണ്ട്. ആ മാപ്പ് എടുത്ത് വെച്ചിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലം അടിച്ചിട്ട് നിങ്ങളൊന്ന് പോയി നോക്കണം. അവൾ ഇങ്ങനെ പറയും, നേരെ പോകട്ടെ, നേരെ പോകട്ടെ, നേരെ പോകട്ടെ. അവസാനം പെരുവഴി കൊണ്ട് നിർത്തിട്ട് പറയും, നീ ഉദ്ദേശിച്ച സ്ഥലം ഇത് തന്നെയാണ്. എന്റെ ഡ്രൈവർ, ഞാനേക്ക് ഓർമ്മയുണ്ട്, കാസർഗോഡ് പാണത്തൂരിൽ നിന്ന് വയല് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ കാസർഗോഡേക്ക് പോകാം. മൊബൈൽ അടിച്ചപ്പോൾ പറഞ്ഞു വലത്തോട്ടൊരു വഴിയുണ്ട്, ഇതിലേ പോകാൻ. ഞാൻ അപ്പോഴേ എൻ്റെ ഡ്രൈവറിനോട് പറഞ്ഞു, ഇവളെ നമ്പരുത്, ശാസ്ത്രം ഒരിക്കലും തോക്കില്ല ഉസ്താദെ. അവൻ എന്നോട് പറഞ്ഞ വാക്ക്. ഈ സദസ്സിരിപ്പുണ്ടവൻ, ശാസ്ത്രം ഒരിക്കലും തോക്കില്ല. സുബ്ഹാനല്ലാഹ്. നോക്കുമ്പോ ഇതിങ്ങനെ പോയി 2 മിനിറ്റ് കൊണ്ട് കാസർഗോഡ് ടൗൺ എത്തും. ഞാൻ നോക്കുക, ഒരു ടൗണ് പോയിട്ട് ഒരു അസർ കാണുന്നില്ല, കാരണം ലൈറ്റും ഇല്ല, വീടുമില്ല. 2 മിനിറ്റ് കൊണ്ടെത്തും. അവസാനം നോക്കുമ്പോ നടു റോഡിൽ കൊണ്ട് നിർത്തിയിട്ട് പറയാ കാസർഗോഡ് ടൗൺ എത്തിയെന്ന്. ഞാൻ നോക്കുമ്പോ റേഞ്ചില്ല, കരണ്ടില്ല, തിരിക്കാൻ വഴിയില്ല, ഒരു മനുഷ്യനില്ല. ദിക്ർ പറയാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം അവിടെ നിന്ന് വണ്ടി തിരിച്ച് കുറെ വന്നിട്ട് അടിച്ചു നോക്കിയപ്പോൾ പറയുന്നു 1.25 മണിക്കൂർ യാത്ര ചെയ്താ കാസർഗോഡ് എത്തു വന്നു. ഇതാ മൊബൈല്. ഈ മൊബൈലിലെ കിബില വെച്ചിട്ടാ നമ്മൾ പലരും നിസ്കരിക്കാറ്. എവിടെ? വീട്ടില്. ബാക്കിയുള്ള സ്ഥലങ്ങൾ പോകട്ടെ, യാത്രകാരി നമുക്ക് പറയാം. എത്ര പേരാ സ്വന്തം വീടിന്റെ അകത്ത് കിബില എങ്ങോട്ടാണെന്ന് അറിയാത്തവർ? സത്യത്തിൽ അത് നോക്കണ്ടേ? നോക്കണോ വേണ്ടേ? ഇനിയെങ്കിലും നോക്ക്. പള്ളിക്ക് മാത്രമല്ല കിബില, വീട്ടിൽ നിസ്കരിക്കുമ്പോഴും കിബില വേണമല്ലോ. അതിനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.